കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ മഹിളാ കോൺഗ്രസിൽ അതൃപ്തി. തെക്കൻ കേരളത്തിലടക്കം വിജയസാധ്യതയുള്ള പല സീറ്റുകളിലും അവസാനഘട്ടം വരെ വനിതകളെ പരിഗണിച്ചെങ്കിലും അന്തിമ പട്ടിക വന്നപ്പോൾ പുറന്തള്ളിയെന്നാണ് ആക്ഷേപം. അതേസമയം പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ പല പ്രമുഖരും സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. LDF സ്ഥാനാർത്ഥി പട്ടികയിൽ വനിതകൾക്ക് നൽകിയ പ്രാധാന്യത്തിന്റെ പകുതി പോലും കോൺഗ്രസ് നൽകിയില്ലെന്നാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന പരാതി. ആലപ്പുഴയിലെ അമ്പലപ്പുഴ മണ്ഡലത്തിൽ ഷാനിമോൾ ഉസ്മാനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന നിർദ്ദേശം അവസാനഘട്ടം വരെ ഉയർന്നുവെങ്കിലും ഹൈക്കമാൻഡ് നിർദ്ദേശം തള്ളുകയായിരുന്നു. കൊല്ലം മണ്ഡലത്തിൽ മുകേഷിനെതിരെ മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ബിന്ദു കൃഷ്ണയുടെ പേരുണ്ടായിരുന്നുവെങ്കിലും ഗ്രൂപ്പുകൾക്കതീതമായ ചില താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ആ സീറ്റും വനിതകളിൽ നിന്ന് ഏറ്റെടുത്തുവെന്നതാണ് വസ്തുത. മന്ത്രി PK ജയലക്ഷ്മിയും മറ്റ് 5 സ്ഥാനാർത്ഥികളും ഒഴിച്ചാൽ സ്ത്രീ പ്രാതിനിധ്യം നന്നേ കുറവാണ്. അതേസമയം പല പ്രമുഖർക്കും ഇത്തവണ സീറ്റ് നഷ്ടപ്പെട്ടു. INTUC നേതാവ് R ചന്ദ്രശേഖരൻ, യൂത്ത് കോൺഗ്രസ് നേതാവ് ഡീൻ കുര്യാക്കോസ്, സുധീരിന്റെ പക്ഷത്ത് നിൽക്കുന്ന AP അനിൽകുമാർ, ജോൺസൺ എബ്രഹാം എന്നിവർക്കും സീറ്റ് ലഭിച്ചിട്ടില്ല. എന്തായാലും തെരഞ്ഞെടുപ്പിലുണ്ടാകുന്ന ജയവും പരാജയവും കേരള രാഷ്ട്രീയത്തെ മാറ്റിമറിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. റിപ്പോർട്ടർ, തിരുവനന്തപുരം.